ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആലുവയിലാണ്. ഇന്നത്തെ യാത്ര ആലുവയിൽ നിന്നും കണ്ണൂരേക്കുള്ള ഒരു ട്രെയിൻ യാത്രയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഓളെന്ന ബട്ടൺ അമർത്തിയേക്കുക. നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കാൻ പോവാം. ട്രെയിൻ നമ്പർ 16305 എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനാണ് പോകുന്നത്. ആലുവയിൽ നിന്നും 100 രൂപയാണ് കണ്ണൂർ വരെയുള്ള ടിക്കറ്റ് ചാർജ്. രാവിലെ 6 മണിക്കാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്നും ട്രെയിൻ എടുക്കുന്നത്. 11:45 കണ്ണൂരിൽ എത്തിച്ചേരും. കൃത്യസമയം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ട്രെയിൻ പോകുന്നത്. രാവിലെ 6:25 ട്രെയിൻ ആലുവയിൽ എത്തിച്ചേർന്നത്. 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ആലുവയിലേക്ക് നിന്നും ട്രെയിനിൽ കയറാൻ 1 മിനിറ്റ് ഹോൾട്ടാണ് ഇവിടെ ഉള്ളത്. എന്നാൽ നമുക്ക് ട്രെയിനിലേക്ക് കയറാം. ഇരിക്കാനായിട്ട് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ട്രെയിനിൻ്റെ ഇടതുവശത്ത് ഒരു സീറ്റ് ഇല്ലാണ് ഇരിക്കുന്നത്. 1 മിനിറ്റ് ഹോൾട്ടിന് ശേഷം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ് നമ്മൾ ലക്ഷ്യസ്ഥാനമായ കണ്ണൂരിലേക്ക്. അങ്ങനെ ആലുവയോട് നമ്മൾ വിട പറയുകയാണ്. ആലുവ ലൈൻ ബോർഡാണ് കാണുന്നത്. ആലുവ പെരിയാർ നദി പിന്നിട്ടിരിക്കുകയാണ്. ആലുവ വിട്ട അടുത്ത സ്റ്റോപ്പ് അങ്കമാലിയാണ്. അങ്കമാലിയിൽ 1 മിനിറ്റ് ഹോൾട്ടാണ് ഉള്ളത്. അങ്കമാലിയിൽ നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് ചാലക്കുടിയാണ്. ചാലക്കുടി ലക്ഷ്യമാക്കിയാണ് ഇനി ട്രെയിൻ പോകുന്നത്. അങ്കമാലി കാലടി മെയിൻ ബോർഡാണ് നമ്മൾ കണ്ടത്. നല്ല സ്പീഡിലാണ് ട്രെയിൻ പോകുന്നത്. നല്ല സ്ട്രൈറ്റായിട്ട് പാളത്തിൽ കൂടെയാണ് പോകുന്നത്. അതാണ് നല്ല സ്പീഡിലാണ് പോകുന്നത്. ഒരു കറവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ട്രെയിനിന് വണ്ടി വളഞ്ഞു പോകുന്നത് കാണാൻ നല്ല പ്രത്യേക ഭംഗി തന്നെയാണ്. എന്താ രസം! കുതിച്ചു പായുകയാണ് നമ്മുടെ ട്രെയിൻ. ആഹാ, എന്താ രസം! ആ വളഞ്ഞു വന്ന കാഴ്ചകൾ അതിമനോഹരം. നല്ല നീളമുണ്ട് ട്രെയിന്. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കാൻ നല്ല ഭംഗിയാണ്. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പ്. ഇപ്പോൾ ചാലക്കുടി പുഴയുടെ മുകളിലൂടെയാണ് ട്രെയിൻ കടന്നു പോകുന്നത്. സൂര്യൻ ഉദിച്ചിരിക്കുകയാണ്.
അടുത്ത സ്റ്റോപ്പായ ചാലക്കുടിയിലേക്ക് ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ. കൃത്യം 6:44 തന്നെ ട്രെയിൻ ചാലക്കുടി സ്റ്റേഷനിലേക്ക് കയറുകയാണ്. 1 മിനിറ്റ് ഹോൾട്ടാണ് അവിടെ ഉള്ളത്. അത്യാവശ്യ തിരക്ക് തന്നെയുണ്ട് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിനിൽ കയറാനായിട്ട്. ഈ രാവിലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ട്രെയിനെ ആശ്രയിച്ചാണ് ജോലിക്കൊക്കെ പോകുന്നത്. അങ്ങനെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ട്രെയിൻ. 1 മിനിറ്റ് ഹോൾട്ടാണ് അവിടെ ഉള്ളത്. 1 മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം 6:45 വണ്ടി എടുത്തിരിക്കുകയാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും. അപ്പുറത്ത് ഗുഡ്സുകൾ കിടക്കുന്നുണ്ട്. ഗുഡ്സിൽ നിന്നും ലോറിയിലേക്ക് ചാക്കുകൾ കയറ്റുന്ന ദൃശ്യങ്ങൾ ഇവിടെ നിന്നും കാണാൻ പറ്റും. അടുത്ത സ്റ്റേഷൻ ഇരിഞ്ഞാലക്കുട ലക്ഷ്യമാക്കി നമ്മുടെ വണ്ടി പോവുകയാണ്. ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ 1 മിനിറ്റ് ഹോൾട്ടാണ് ഇവിടെ ഉള്ളത്. അടുത്ത സ്റ്റേഷനായ തൃശ്ശൂരിലേക്ക് വണ്ടി കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത്. എന്താ സ്പീഡ്! വണ്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റ് ഹോൾട്ടാണ് ഉള്ളത്. വലിയ തിരക്കൊന്നും സ്റ്റേഷനിൽ കണ്ടില്ല. മുന്നിലേക്ക് പോകുന്ന തിരക്കുണ്ടോ എന്ന് അറിയില്ല. ഇപ്പോൾ സമയം 7:14. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇവൻ ട്രെയിൻ എടുക്കും. ട്രെയിൻ അങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ ഭാരതപ്പുഴയുടെ മുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഭാരതപ്പുഴയുടെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ് ട്രെയിൻ. അത്യാവശ്യം വെള്ളം മാത്രമേ ഉള്ളൂ. ഭയങ്കര വെള്ളമൊന്നുമില്ല ഭാരതപ്പുഴയിൽ. ഇവിടെ പുതിയ റെയിൽപാത നിർമ്മിക്കുന്നതുകൊണ്ട് ട്രെയിൻ വളരെ സ്ലോവിൽ മാത്രമേ പോവുകയുള്ളൂ. ഒരു ട്രാക്കിൽ കൂടെ മാത്രമേ ഇപ്പോൾ റെയിൽ കടത്തിവിടുന്നുള്ളൂ. പുതിയ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ റെയിൽ പാളങ്ങളാണ് താഴത്ത് ഇറക്കി വച്ചിരിക്കുന്നത്. പഴയ റെയിൽവേയുടെ പാളങ്ങളാണ് താഴത്ത് കാണുന്നത്. കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ ഷൊർണൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. 7ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ എത്തിച്ചേർന്നിരിക്കുന്നത്. 3 മിനിറ്റ് ഹോൾട്ടാണ് അവിടെ ഉള്ളത്. 3 മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം ട്രെയിൻ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്നും എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റേഷൻ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനാണ്. പട്ടാമ്പി സ്റ്റേഷൻ
1 മിനിറ്റ് ഹോൾട്ടാണ് ഇവിടെ ഉള്ളത്. കുറ്റിപ്പുറം സ്റ്റേഷൻ 1 മിനിറ്റ് ഹോൾട്ടാണ് ഇവിടെ ഉള്ളത്. തിരൂർ സ്റ്റേഷൻ 1 മിനിറ്റ് ഹോൾട്ടാണ് ഇവിടെ ഉള്ളത്. താനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 മിനിറ്റിന് ഹോൾട്ടിന് ശേഷം ട്രെയിൻ എടുത്തിരിക്കുകയാണ്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 1 മിനിറ്റ് ഹോൾട്ടാണ് ഇവിടെ ഉള്ളത്. 1 മിനിറ്റ് ഹോൾട്ടിന് ശേഷം ട്രെയിൻ എടുത്തിരിക്കുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ എത്തിയിരിക്കുന്നത്. 3 മിനിറ്റിൻ്റെ ഹോൾട്ടാണ് ഇവിടെ ഉള്ളത്. വടകര സ്റ്റേഷൻ 1 മിനിറ്റിൻ്റെ ഹോൾട്ടാണ് ഇവിടെ ഉള്ളത്. മാഹി സ്റ്റേഷൻ കേന്ദ്രഭരണ പ്രദേശമായ മാഹി സ്റ്റേഷനാണത്. 1 മിനിറ്റ് ഹോൾട്ടാണ് ഇവിടെ ഉള്ളത്. തലശ്ശേരി സ്റ്റേഷൻ 1 മിനിറ്റ് ഹോൾട്ടാണ് ഇവിടെ ഉള്ളത്. അടുത്തതാണ് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അതിന് മുമ്പുള്ള സ്റ്റോപ്പാണ് തലശ്ശേരി. 1 മിനിറ്റ് ഹോൾട്ടാണ് അവിടെ ഉള്ളത്. ട്രെയിൻ അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ അവസാന ഡെസ്റ്റിനേഷനായ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 11:45 ആയിരിക്കുകയാണ്. കറക്റ്റ് ടൈം പാലിച്ചാണ് ട്രെയിൻ എന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. സർജറി വിഭാഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം മറ്റെല്ലാ വിഭാഗങ്ങളിലും ഡോക്ടർമാരുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള കാഴ്ചകളാണത്. ഇതോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.